ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 15 മിനിറ്റ് കൊണ്ട് ഫ്രൈ പാനിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കേക്ക് ചെയ്യാനായിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്കിതിന് മെഷറിംഗ് കപ്പും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലൊരു ഫ്രൈ പാനിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈ പാൻ ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്ത ശേഷം നമുക്കൊന്നെങ്കിൽ ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് നമ്മുടെ ഫ്രൈ പാൻ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു മിക്സിയുടെ ജാറാണ്. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും അതിലുണ്ടാവരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 കോഴിമുട്ടയാണ്. മുട്ട ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ അളവുകളൊക്കെ പറയാൻ പോകുന്നത് ഇതുപോലൊരു സ്പൂണിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ. നമ്മളിതിനകത്ത് കപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു സ്പൂൺ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഒരു സ്പൂണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 6ൽ കൂടുതൽ മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായി പതഞ്ഞു വരുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അതേ സ്പൂണിന് തന്നെ അളന്നിട്ട് 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതിരിക്കുക, വേറെ ഏതെങ്കിലും ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുട്ടയുടെ ഒക്കെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ നമ്മൾ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മുട്ടയുടെ ഈ ഒരു മിക്സ് നമ്മളിതാ ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മിക്സി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതേ സ്പൂണിന് തന്നെ അളന്നിട്ട് 6 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മളൊരു 6 ടേബിൾ സ്പൂൺ എന്നുള്ളൊരു കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ സ്പൂൺ, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണല്ല കേട്ടോ, ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതുപോലൊരു മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യേണ്ട, മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ പതുക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. 6 ടേബിൾ സ്പൂൺ പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ചൂടുള്ള പാലൊന്നുമല്ല, നോർമലായിട്ടുള്ള പാലാണ്. തിളപ്പിച്ചിട്ടുള്ള പാല് ചേർത്താലും കുഴപ്പമില്ല, ചൂടൊന്നും വേണമെന്നില്ല. പാല് ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് കിട്ടും. നേരത്തെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 1-2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കുക, അതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്യാസിൻ്റെ പുറത്തേക്കല്ല വെക്കുന്നത്. ഇതുപോലൊരു തട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് ഒരു 10 തൊട്ട് ഒരു 15 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 12 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എന്തായാലും 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. അതിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ അടിയിൽ തട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ല, അടിയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ അതുപോലെ ഒരു തട്ടില്ലെങ്കിൽ നമ്മുടെ ദോശ ഉണ്ടാക്കണ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ പാൻ വെച്ച് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ കേക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ക്രീം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. കാരണം ഇതിൽ വേറെ ക്രീമോ ഡാർക്ക് ചോക്ലേറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയും വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ, അതായത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം എങ്ങനെയുള്ളതെന്ന്. ഇത് നല്ല ടേസ്റ്റിയാണ്, മുകളിൽ ആ ചോക്ലേറ്റ് സിറപ്പും അതുപോലെ നമ്മുടെ കേക്കും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്